2023 കാനഡയിൽ വന്നിറങ്ങുമ്പോൾ എല്ലാവരെയും പോലെ കുറച്ചൊക്കെ സ്വപ്നങ്ങളായിട്ടാണ് കേട്ടോ ഞാനും വന്നത്. പുതിയൊരു നല്ല ലൈഫ് ബിൽഡപ്പ് ചെയ്യുക, നല്ലൊരു ജോലി കണ്ടെത്തുക, ഇൻഡിപെൻഡൻ്റ് ആകുക, അങ്ങനെയുള്ള കുറച്ച് ആഗ്രഹങ്ങൾ. പുതിയൊരു രാജ്യത്ത് വന്ന് 2-3 മാസത്തെ എക്സ്പ്ലോറിങ് ഫേസ് കഴിഞ്ഞാൽ റിയാലിറ്റി എന്നൊരു ഫേസും കൂടി ഉണ്ടല്ലോ. അവിടെയാണ് എൻ്റെ ഫസ്റ്റ് ടൈം താളം തെറ്റിയത്. ഈ നേരത്തെ പറഞ്ഞ കുറച്ച് ആഗ്രഹങ്ങളിലൊന്നായിരുന്നല്ലോ നല്ലൊരു ജോലി കണ്ടെത്തുക എന്നുള്ളത്. 2-3 ഇൻ്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് റിജക്ഷനൊക്കെ കിട്ടിയപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. ഒന്നാമത്തെ കാര്യം, ക്യൂബെക് എന്ന പ്രൊവിൻസിൽ നിന്നുകൊണ്ട് ജോലി കിട്ടണമെങ്കിൽ ഫ്രഞ്ച് ലാംഗ്വേജ് മസ്റ്റാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ഇത്രയും നാളും ഞാൻ പഠിച്ചതും പറഞ്ഞതുമായ ഇംഗ്ലീഷ് അല്ല ഇവിടുത്തെ ഇംഗ്ലീഷ്. ഇവരുടെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ടോട്ടലി ഡിഫറെൻറ്റ് ആക്സെൻറ്റും സ്ലാങ്ങുമാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെട്ട സമയങ്ങളായിരുന്നു അതെല്ലാം. പുതിയൊരു ലാംഗ്വേജ് പഠിച്ചെടുക്കണം, ഇനി അതെന്നെ കൊണ്ട് പറ്റുമോ എന്നറിയില്ല. അങ്ങനെ 100,000 ചോദ്യങ്ങളായിരുന്നു ആ സമയത്ത്. ഇതിൻ്റെ ഒക്കെ മുകളിൽ ഏകാന്തത എന്ന് പറഞ്ഞൊരു സംഭവം. ഞാൻ വളരെയധികം ഒരു സോഷ്യൽ പേഴ്സണാണ്. ഇവിടെ വന്നപ്പോൾ ഫ്രണ്ട്സ് ഇല്ല, ഫാമിലി ഇല്ല, ഒരു ഒറ്റപ്പെട്ട ഫീലിംഗ്. ഓഫ് കോഴ്സ് ഡോണറ്റ് സപ്പോർട്ടീവ് പേഴ്സൺ ആണ്, എന്നാലും നമുക്ക് ചില സമയങ്ങളുണ്ടല്ലോ ആരെങ്കിലും ഒന്നും ഉണ്ടായിരുന്നെങ്കിൽ എന്നൊരു തോന്നല്ലോ. അങ്ങനെ എൻ്റെ ഈ ഏകാന്തതയും സങ്കടമൊക്കെ കണ്ടിട്ടാണ് ഡോൺ എന്നെ കൊണ്ടേ ഫ്രഞ്ച് ലാംഗ്വേജ് പഠിക്കാൻ ചേർത്തത്. ടു ബി ഹോണസ്റ്റ്, ഡോൺ ചെയ്ത ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ ആയിരുന്നു കേട്ടോ അത്. ഞാൻ എൻ്റെ സ്കൂൾ ലൈഫിനേക്കാൾ എൻജോയ് ചെയ്തൊരു ടൈമായിരുന്നു ഈ ഒരു 2 വർഷം. ലാംഗ്വേജ് പഠിക്കുന്നതോടൊപ്പം തന്നെ ഇഷ്ടം പോലെ പേരെ കാണാനും പരിചയപ്പെടാനും പറ്റി. അവരുടെ ലാംഗ്വേജും കൾച്ചറും ട്രഡീഷൻസും ഫുഡും എല്ലാം അറിയാൻ പറ്റി. ഈ ഒരു സ്കൂൾ ലൈഫിൽ നിന്ന് ഫ്രഞ്ച് മാത്രമല്ല കേട്ടോ ഞാൻ പഠിച്ചത്. എൻ്റെ ഇംഗ്ലീഷ് ആക്സെൻറ്റ് ഇംപ്രൂവൈസ് ചെയ്യാൻ പറ്റി, ഹിന്ദി പറയാനും മനസ്സിലാക്കാനും പഠിച്ചു. അങ്ങനെ ഇഷ്ടം പോലെ കാര്യങ്ങൾ. ഇതിനൊക്കെ ഉപരി ഫ്രണ്ട്സ് ഇല്ല എന്നുള്ളൊരു കംപ്ലൈൻറ്റ് അങ്ങ് മാറിക്കിട്ടി. കാനഡയിൽ വന്നപ്പോൾ നല്ലൊരു അനുഭവം കിട്ടിയതുകൊണ്ട് ഫ്രണ്ട്സിനെ പിക്ക് ചെയ്യാൻ ഞാൻ വളരെ ചൂസ് ചെയ്യായിരുന്നു. ആകെ ഒരു 5-6 ഫ്രണ്ട്സ് ഉള്ളെങ്കിലും ഐ എം സോ ഹാപ്പി ആൻഡ് ലക്കി ടു ഹാവ് ദം ഇൻ മൈ ലൈഫ്. നമ്മുടെ എന്ത് ആവശ്യത്തിനും അല്ലെങ്കിൽ ഒരു ഹെൽപ്പ് വേണമെങ്കിലും വിളിച്ചാൽ ഓടി വരുന്ന ഒരു 5-6 പേര് തന്നെ ധാരാളം. അതുപോലെ തന്നെ കുറേ നല്ല പ്രൊഫസേഴ്സിനെ പരിചയപ്പെടാൻ പറ്റിയിട്ടോ. ഈ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയിൽ നിന്നാണ് വരുന്നതെന്ന് പറയുമ്പോൾ അവൾക്ക് ആകെ അറിയാവുന്നൊരു സ്റ്റേറ്റ് പഞ്ചാബ് മാത്രമായിരുന്നു. എനിക്ക് ഏറ്റവും സന്തോഷം പ്രൗഡായിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു ഇന്ത്യയിൽ കേരള എന്നൊരു സ്റ്റേറ്റ് ഉണ്ടെന്നും അവിടുത്തെ മാതൃഭാഷ മലയാളമാണെന്നും ഞാൻ അവിടെ നിന്നാണ് വരുന്നതെന്ന് പറയുന്നതും. സ്കൂൾ ലൈഫിൻ്റെ ഒരു 1 ഇയർ കഴിഞ്ഞപ്പോഴേക്കും ഇഷ്ടംപോലെ ചോദ്യങ്ങളും പരിഹാസങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ എനിക്ക്. ഈ സ്കൂളിൽ പോക്കിനൊരു അവസാനമില്ലേ? ഇതൊക്കെ പഠിച്ച ജോലി കിട്ടുമോ? ഇതെന്ന് തീരും? അങ്ങനെ 100,000 ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങളൊക്കെ പല പ്രാവശ്യം തളർത്തിയിട്ടുണ്ടെങ്കിലും ഗുഡ് തിങ്സ് ടേക്ക് ടൈം എന്നല്ലേ. അന്നും ഇന്നും ഡോൺ മാത്രമാണ് എന്നെ മോട്ടിവേറ്റ് ചെയ്തിരുന്നത്. ആൾക്കാരങ്ങനെ പലതും പറയും, നീ ഇതിൽ ഫോക്കസ് ചെയ്യുന്നത്. സോ ഐ ഫോക്കസ്ഡ്. നൗ ഹിയർ ഐ ആം. വിത്ത് ഗോഡ്സ് ഗ്രേസ് എൻ്റെ ഫ്രഞ്ചിൻ്റെ ലെവൽ 1 to 8 ഒരു ബാക്ക്ലോഗ് ഇല്ലാതെ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെട്ടൊരു സമയം, അത് തിരിച്ചെടുത്തൊരു മൊമെൻ്റ് ആയിരുന്നു കേട്ടോ ഇത്. ബിലീവ് ഇൻ യുവർ സെൽഫ്, യു ക്യാൻ മേക്ക് മാജിക്, ട്രസ്റ്റ് മീ.